ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും വൈജയന്തിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ഇപ്പോൾ വലിയ സദാചാരമൊക്കെ പറയുന്നുണ്ടല്ലോ, നീ ആരായിരുന്നുടി? ആഗ്രഹം വെച്ച നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അമ്മേ ഒന്ന് പതുക്കെ, ആരെങ്കിലും കേൾക്കും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, എന്നെക്കൊണ്ടൊന്നും പറയിക്കണ്ട, ഒരു ശീലാവതി. പറയുന്ന കേട്ടാ തോന്നും അച്ഛനും അമ്മയും പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് നടക്കുന്ന ഒരു മോളാണ്. നീ ഒരൊറ്റ ഒരുത്തി കാരണം ഞാനും കുഞ്ഞിരാമേട്ടനും രാവുണ്ണിയേട്ടനും ഗംഗാധരനൊക്കെ എത്രമാത്രം വിഷമിച്ചു. അപമാനവും സങ്കടവും എല്ലാം സഹിച്ചതിന് വല്ല കണക്കുണ്ടോ? ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അമ്മയൊന്ന് നിർത്ത്, മതി. അമ്മ അവളോട് ചോദിച്ചായിരുന്നോ ആഗ്രയിലെ വല്ല കാര്യം അറിയുമെന്ന്? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, ആ ചോദിച്ചു, അവൾക്കൊന്നും അറിയാൻ പേല, അവൾ വെറുതെ പറഞ്ഞതാ. നീ അവളെ വരട്ടിയപ്പോൾ അവൾ തിരിച്ചൊന്ന് വരട്ടാൻ നോക്കിയതാ. അല്ലാതെ അവൾ ആഗ്രഹം പോയിട്ടുമില്ല, ആഗ്രഹമുള്ള ആരെയും അവൾക്ക് പരിചയവുമില്ല. പക്ഷേ അവളത് പറഞ്ഞപ്പോഴേ നീ വരണ്ടു പോയെന്ന് അവൾക്ക് മനസ്സിലായി. അവളെന്നോട് ചോദിച്ചു ആഗ്രഹം വെച്ച് എന്തെങ്കിലും സംഭവിച്ചായിരുന്നോ എന്ന്. ഞാൻ പറഞ്ഞു അവിടെ ഒന്നും സംഭവിച്ചിട്ടുമില്ല, എനിക്കൊന്നും അറിയില്ല എന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അവൾ വെറുതെ പറഞ്ഞതായിരിക്കും അല്ലേ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഓ ഇനി ഇതിൻ്റെ പേരിൽ നീ അവളുടെ മെക്കെട്ട് കയറാനൊന്നും നിൽക്കണ്ട. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഓ എല്ലാവർക്കും ഇപ്പോൾ അവളെ മതിയല്ലോ, ഞാനാണല്ലോ പ്രശ്നക്കാരി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അല്ലടി ഞാനാണല്ലോ നിന്നെ പെറ്റിട്ടത്, കുറ്റമല്ല എൻ്റേതാ. ഇതൊക്കെ കേട്ട് കലി തുള്ളി പോകുന്നുണ്ട് കേട്ടോ വൈജയന്തി. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് കേട്ടോ. ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട് കേട്ടോ, അച്ഛനിന്ന് എന്തു പറ്റി, നേരത്തെ ആണല്ലോ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ പഠിക്കുകയാണോ കളിക്കുകയാണോ അതോ ഫോണും കുത്തി ഇരിക്കുകയാണോ എന്നൊക്കെ അന്ന് അറിയണ്ടേ? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ, ചുമ്മാ പറയുന്നതാ ബബിതേച്ചി, അച്ഛൻ വേറെ എന്തോ ഉദ്ദേശം വെച്ച് വന്നതാ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ പല ഉദ്ദേശങ്ങളും കാണും. നിങ്ങളുടെ അമ്മ എവിടെ? അപ്പോൾ ബബിത പറയുന്നുണ്ട്, കിച്ചണിൽ കാണും. കുറച്ച് മുമ്പ് വരെ അലീനയായിട്ട് ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഫൈറ്റോ, എന്നതാടി? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ, അത് പിന്നെ അമ്മ എന്തെങ്കിലും കൊനിഷ്ട് പറയും, അലീന ചേച്ചിയാണെങ്കിൽ അതിന് തക്ക മറുപടിയും കൊടുക്കും. അലീന ചേച്ചിയെ പറപ്പിക്കാനിരിക്കുക അമ്മ, അലീന ചേച്ചിയാണെങ്കിൽ ഇന്നലേ പോവാനിരിക്കുക. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, വല്ലതും നടക്കോടി? അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് കേട്ടോ, ചുമ്മാ കുറേ നാളായി ലീവ് തുടങ്ങിയിട്ട്. അങ്ങനെ ബാലേന്ദ്രൻ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീനേനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ കൂടെ വൈജയന്തി വരുന്നുണ്ട് കേട്ടോ. വൈജയന്തി ചോദിക്കുന്നുണ്ട്, ബാലേന്ദ്രൻ ഇവളെ ഉച്ചയ്ക്ക് കാറി കയറ്റി കൊണ്ടുപോയായിരുന്നോ? ഇത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ ചൂടാവുന്നുണ്ട് കേട്ടോ. വൈജയന്തി ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, നിന്റെ ചോദ്യം കേട്ടാൽ തോന്നുമല്ലോ ഞാൻ ഏതോ സാമൂഹ്യ വിരുദ്ധനാണെന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, പിന്നെ ഞാൻ എങ്ങനെ ചോദിക്കണം? മര്യാദയ്ക്ക് ചോദിക്കാമല്ലോ. അവളെ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഒരു FD അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നീ വന്ന പാടെ അവളോട് ചോദിച്ചും കാണും, അവൾ പറഞ്ഞും കാണുമെന്ന് എനിക്കറിയാം. പിന്നെ ഈ ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കേട്ടോ, ശരി, ഞാൻ എൻ്റെ ചോദ്യം തിരിച്ചെടുക്കാം. ഇവളെയും കൊണ്ട് ബാങ്കിൽ പോയി അക്കൗണ്ട് തുറന്നു കൊടുത്തപ്പോൾ ബാലേന്ദ്രൻ എന്ത് സുഖമാണ് കിട്ടിയത്? ഇവൾ ആവശ്യപ്പെട്ടില്ലായിരുന്നല്ലോ അവൾക്ക് അക്കൗണ്ട് വേണമെന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം നഷ്ടപ്പെട്ട് പോകരുതെന്ന് കരുതി ഒരു മുൻകരുതൽ എടുത്തതാ, അതിനിപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇതിനു മുമ്പും ഇവിടെ ഒരുപാട് വേലക്കാരികൾ ജോലിക്ക് നിന്നിട്ടുണ്ടല്ലോ, അവർക്കാർക്കും ബാലേന്ദ്രൻ ഒരു അക്കൗണ്ട് പോലും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല, പിന്നെ ഇവൾക്ക് എന്താ പ്രത്യേകത? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇവളുടെ അടുത്ത് ആരെങ്കിലും പൈസ ചോദിച്ചാൽ അവൾ അത് അങ്ങനെ എന്നെ എടുത്ത് കൊടുക്കും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, കൊടുക്കട്ടെ ബാലേന്ദ്ര, അവളുടെ കാശല്ലേ, അവൾ എങ്ങനെ വേണമെങ്കിൽ ചിലവാക്കിക്കോട്ടെ, അതിന് ബാലേന്ദ്രൻ എന്നാ? ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലേന്ദ്രന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ആളൊന്നും മിണ്ടുന്നില്ല. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, അക്കൗണ്ടൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ, ചെക്ക് ബുക്കൊക്കെ അവർ രജിസ്റ്റേർഡ് അയച്ചു തരും. എന്നിട്ട് പാസ്ബുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. പക്ഷേ വൈജയന്തി അത് തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി ആ പാസ്ബുക്ക് ഒന്ന് പരിശോധിക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് വൈജയന്തി ഞെട്ടുന്നുണ്ട്. അതിൽ 1,85,000 രൂപ അലീനയുടെ പേരിൽ FD ഇട്ടിട്ടുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. ഇത് കേൾക്കുമ്പോൾ അലീനയും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇവൾക്ക് എവിടെ നിന്ന് എത്രയധികം പൈസ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിൽ 1,57,000 രൂപ ഞാൻ ഇവൾക്ക് കോമ്പൻസേഷനായി കൊടുത്തതാ, ബാക്കി 30,000 രൂപ രേവതിക്കുട്ടി വന്നപ്പോൾ അവളുടെ ലോക്കൽ ഗാർഡിയൻസ് ഇവൾക്ക് കൊടുത്തതാ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഈ 1,57,000 എന്തിൻ്റെ കോമ്പൻസേഷനാ? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, ഈ 1,57,000 രൂപ അലീനയ്ക്ക് വേണ്ടി നമുക്ക് ഹോസ്പിറ്റലിൽ ചിലവായ പൈസയാണ്, അത് ഞാൻ അവൾക്ക് കൊടുത്തു.
അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അത് അവൾ ഇങ്ങോട്ടല്ലേ തരേണ്ടത്, നമ്മൾ അങ്ങോട്ടാണോ കൊടുക്കേണ്ടത്? അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അല്ല വൈജയ്, അതൊരു കട, അത് നിനക്ക് പിന്നീട് മനസ്സിലായിക്കോളും. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അലീന അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലേന്ദ്ര, ഈ കള്ളക്കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല കേട്ടോ. ഞാനിത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. ഈ പാസ്ബുക്ക് എനിക്ക് വലിച്ചു കീറി അടുപ്പിലിടാനാണ് തോന്നുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, നീ ഇത് അടുപ്പിലിട്ട് തീ കൊത്തിച്ച് കളഞ്ഞാൽ ബാങ്കിലുള്ള പൈസ ആവിയായി പോവോ? വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോ. അങ്ങനെ പറഞ്ഞ് ബാലേന്ദ്രനും പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി അലീനയുടെ അടുത്ത് വന്നിട്ട് 1,57,000 രൂപ കൊണ്ടുപോയി തിന്നടി. എന്നിട്ട് ആ പാസ്ബുക്ക് അലീനയുടെ മുൻപിൽ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അലീന ആ പാസ്ബുക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിത് തിന്നാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ചികിത്സിക്കാൻ കഴിവില്ലാത്ത ഏതെങ്കിലും പാവങ്ങൾ വന്ന് ചോദിച്ചാൽ ഞാൻ ഈ പൈസ അവർക്ക് കൊടുക്കും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഓ നീ വലിയ ദാനശീലയാണല്ലോ. പണക്കാരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടി പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്ന പുണ്യവതി. നീ ബാലേന്ദ്രൻ്റെ പൂങ്കണ്ണീര് കാണിച്ചും കാവൽമാലാക ചമഞ്ഞും തട്ടിയെടുത്തതല്ലേടി ഈ പൈസ. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, അല്ല മാഡം, ഇതെനിക്ക് അദ്ദേഹം മനസ്സറിഞ്ഞ് തന്ന കോമ്പൻസേഷനാണ്, നഷ്ടപരിഹാരം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഒരു കോമ്പൻസേഷൻ? ഏത് വകയിലാണ് നിനക്ക് നഷ്ടപരിഹാരം തരണ്ടേ? നിന്റെ അശ്രദ്ധ കൊണ്ട് നീ വയറ്റിൽ മുറിവുണ്ടാക്കിയതിന് ഞങ്ങൾ എന്ത് പഴിച്ചു? ഇനിയിപ്പോൾ ബാലേന്ദ്രന് നിന്നോടൊരു അലിവ് തോന്നി തന്നെന്ന് തന്നെ ഇരിക്കട്ടെ, നിനക്കത് വാങ്ങിക്കാൻ ഉളുപ്പുണ്ടോടേ? അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, വൈജയന്തി മാഡം, എനിക്ക് അശ്രദ്ധ കൊണ്ട് മുറിവ് പറ്റിയതല്ല. ഇതുവരെ മാഡത്തിനോട് ഞാൻ ആ സത്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറയാം, ഞാൻ മനഃപൂർവ്വം വയറ്റിൽ കത്രിക കുത്തി കയറ്റിയതാ. ഇത് കേൾക്കുമ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. നീ എന്നെ കളിയാക്കുവാണോ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ സത്യം പറഞ്ഞതാ, വിശ്വാസം വരുന്നില്ല അല്ലേ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിനക്കെന്നാ വട്ടാണോടി സ്വയം കത്രിക കുത്തി കയറ്റാനായിട്ട്? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, എനിക്കല്ലായിരുന്നു വട്ട്, മാഡത്തിൻ്റെ മകനായിരുന്നു. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എൻ്റെ മകനോ? അവനെന്ത് ചെയ്തു? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അത് മോനെ വിളിച്ച് ചോദിച്ചാൽ അറിയാം. അലീനയുടെ വയറ്റിൽ എങ്ങനെയാ മോനെ മുറിവേറ്റതെന്ന് ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി, അപ്പോൾ പറയും. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നീ പറയുന്ന പ്രാന്ത് കേട്ടോണ്ടേ എനിക്ക് അവൻ്റെ മുന്നേ പോയി നാണം കിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ വേണ്ട, പിന്നീട് മനസ്സിലായിക്കോളും. അങ്ങനെ അലീന പോവാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി വിളിക്കുന്നുണ്ട്, നില്ലടി അവിടെ, പറഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ അലീന അന്ന് നടന്ന കാര്യങ്ങളൊക്കെ വൈജയന്തിയോട് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് വൈജയന്തി ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പച്ചക്കള്ളം പറയുന്നോടി നീ എൻ്റെ മുഖത്ത് നോക്കി. നീ ഈ കള്ളത്തരം പറഞ്ഞാണ് ബാലേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് പൈസ തട്ടിയത് അല്ലേ? അപ്പം അലീന പറയുന്നുണ്ട്, അതെ, അങ്ങനെ തന്നെ കരുതിയാൽ മതി. അങ്ങനെ അലീന പറഞ്ഞതൊക്കെ വിശ്വസിക്കാനും അതുപോലെ തള്ളിക്കളയാനും പറ്റാണ്ട് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ വൈജയന്തി. പിന്നീട് അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്നതായിരുന്നു മോളെ അവിടെ പ്രശ്നം? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, അത് പിന്നെ സാറും ഞാനും കൂടി ഇന്ന് ബാങ്കിലേക്ക് പോയില്ലേ, അത് മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഷൂ, ഇതിനൊക്കെ ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കണോ അവള്? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, സാറ് എൻ്റെ അക്കൗണ്ടിൽ കുറച്ചധികം രൂപ ഇട്ടിട്ടുണ്ട്, മേഡം അത് തെറ്റിദ്ധരിച്ചു. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, കുറേ അധികം എന്ന് വെച്ചാൽ എത്രയടി മോളെ? അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, എല്ലാം കൂടി 1.25 ലക്ഷം രൂപയിലും കൂടുതലുണ്ട്. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇത്ര അധികം രൂപയോ? അത് കുറച്ച് കൂടിപ്പോയി. ഇതിന് വായിച്ച ബഹളം വെച്ചതിൽ അവളെ കുറ്റം പറയാൻ പറ്റില്ല. നിനക്ക് ചോദിക്കാൻ മേലായിരുന്നോ എന്തിനാ എത്ര അധികം രൂപ ഇട്ടതെന്ന്? അപ്പം അലീന പറയുന്നുണ്ട്, അത് ഒരു കടം വീട്ടിയതാണെന്നാണ് സാറ് പറഞ്ഞേ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കേട്ടോ, കടമോ? എന്ത് കടം? നിനക്കറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറ കുഞ്ഞേ. അപ്പം അലീന പറയുന്നുണ്ട് കേട്ടോ, അത് മുത്തശ്ശി, അന്ന് ഞാൻ കസേരയിൽ നിന്ന് മറിഞ്ഞു വീണിട്ടല്ല എൻ്റെ വയറ്റിൽ മുറിവുണ്ടായത്. അതിന് കാരണം ഹരിയും രോഹിത്വമാണ്. അങ്ങനെ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ മുത്തശ്ശിയോടും പറയുന്നുണ്ട് കേട്ടോ അലീന. ഇതൊക്കെ കേട്ട് മുത്തശ്ശി ആകെ കരയുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ പോലീസിനോട് കള്ളം പറഞ്ഞത് രോഹിത്തിൻ്റെ ജീവിതം ജയിലിൽ കിടന്ന് നരകിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മനുവേട്ടനോട് മാത്രമേ ഞാൻ സത്യം പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ബാലേന്ദ്രൻ സാറ് അതെങ്ങനെയോ അറിഞ്ഞു. അപ്പം മുത്തശ്ശി അലീനയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ മോളെ, ഈ കിളവിയൊന്നും അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് മുമ്പ് ഞാൻ മേഡത്തിനോട് എല്ലാം തുറന്നു പറഞ്ഞു. ഞാൻ പറയാതെ കുറേ പിടിച്ചു തന്നതാ, പക്ഷേ എനിക്ക് പറയേണ്ടി വന്നു. എന്നോട് മറ്റുള്ളവർ ചേരുന്ന ദ്രോഹത്തിന് ഞാൻ എന്തോരം ചീത്ത കേൾക്കണം. ഇപ്പം തന്നെ മേഡം ചോദിക്കുക, സാർ എന്തിനാ എനിക്ക് ഇത്ര അധികം പൈസ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന്. ഞാൻ എന്ത് ഉത്തരം പറയും? മേഡം അത് മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നത്.
പിന്നെ എനിക്ക് പറയാതെ നിവൃത്തിയില്ല മുത്തശ്ശി. സാറിനോട് ഞാൻ ഇന്നേ വരെ ഒരു സൗജന്യം ആവശ്യപ്പെട്ടിട്ടില്ല. മകൻ ചെയ്ത തെറ്റിന് എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണും. അതായിരിക്കും ഇത്രയും രൂപ എൻ്റെ പേരിലിട്ടത്. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ മടുത്തു. എങ്ങനെയെങ്കിലും പോയാൽ മതി ഇവിടെ നിന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ പറയല്ലേ കുഞ്ഞെ, നീ പോയാൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അത് കേൾക്കുമ്പോൾ അലീനയ്ക്കും സങ്കടമാവുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വൈജയന്തിനെയാണ് കേട്ടോ. വൈജയന്തി രോഹിത്തിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ഫോണിൽ റീൽസൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്ന് അമ്മേനെ കാണുമ്പോൾ രോഹിത്ത് ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്താ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രോഹിത്ത്. വൈജയന്തി ആണെങ്കിൽ കൃത്യമായിട്ടൊരു മറുപടി ഒന്നും കൊടുക്കുന്നില്ല. നല്ല ദേഷ്യത്തിൽ തന്നെയാണ് വൈജയന്തി രോഹിത്തിനെ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ രോഹിത്തിന് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൈജയന്തി നേരിട്ട് തന്നെ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അലീനയെ നീയും ഹരിയും കൂടി വിളിച്ചു വരുത്തി മയക്കുമലർന്ന് കലർത്തിയ ജ്യൂസ് കുടിപ്പിച്ച് റേപ്പ് ചെയ്യാൻ ശ്രമിച്ചോ? ഇത് കേട്ടതും രോഹിത്ത് ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിലുണ്ടായത്. നാളത്തെ പ്രമോയിൽ രോഹിത്തിന് നല്ലോണം അടിക്കിട്ടുന്നുണ്ട് കേട്ടോ വൈജയന്തിയുടെ കയ്യിൽ നിന്നും. വൈജയന്തി ആണെങ്കിൽ സങ്കടവും ദേഷ്യവും ഒക്കെ കൊണ്ടാണ് കേട്ടോ രോഹിത്തിനെ അടിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ അത് ചെയ്തിട്ടില്ലെന്ന് പറയടാ എന്ന് പറഞ്ഞിട്ടാണ് രോഹിത്തിനെ അടിക്കുന്നത്. രോഹിത്താണെങ്കിൽ ഒന്നും മിണ്ടാതെ ആ അടിയൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അലീനേനെയും വൈജയന്തിനെയാണ്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുള്ളടത്ത് നിന്നെ നിർത്താൻ കൊള്ളത്തില്ലെന്ന്. നീ വന്നതിന് ശേഷമാണ് ഈ കുടുംബം കലങ്ങിയത്. അപ്പോൾ അലീന പറയുന്നുണ്ട് കേട്ടോ, മേഡം ആദ്യം മകനെ പെൺകുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണമായിരുന്നു. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.